കോൺഗ്രസിൻ്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDF ജാഥയുടെ പോസ്റ്റർ ആരോ കൊണ്ടുവച്ച രീതിയിൽ കണ്ടെത്തി. LDF ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണിയുടെ മുഖമുള്ള പോസ്റ്ററാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുകളിലായി കണ്ടത്. സംഭവത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി മാപ്പ് പറയണമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ ഒരു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആദരവോടെ കാണുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ രാഷ്ട്രീയ ആരോപണത്തിന് ഉപയോഗിച്ചത് അങ്ങേയറ്റം നീചമായ നടപടിയാണെന്ന് കോൺഗ്രസ് പറയുന്നു. പുതുപ്പള്ളിയിൽ ജനവികാരം വ്രണപ്പെടുന്ന ഇത്തരം പ്രവൃത്തികൾ LDF ബോധപൂർവം ചെയ്യുന്നതാണെന്നും കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. LDF ജാഥയുടെ ഭാഗമായുള്ള പോസ്റ്ററുകൾ ആയതിനാൽ സഖ്യകക്ഷി നേതാവായ ജോസ് കെ മാണി ഇതിന് മറുപടി പറയണമെന്നും സംഭവത്തിൽ മാപ്പ് പറയണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പള്ളി അധികൃതരുടെയും വിശ്വാസികളുടെയും വികാരം വ്രണപ്പെടുത്തിയെന്നും കാണിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് CPIM ലോക്കൽ കമ്മിറ്റിയും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവം രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ദിവസങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ വലിയ തിരക്കായിരുന്നു. അതിൽ രാഷ്ട്രീയം ജാതി ഒന്നും നോക്കിയിരുന്നില്ല. പല ടൂർസ് ആൻഡ് ട്രാവൽസുകാരും കല്ലറയിലേക്ക് തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള തീർത്ഥാടന യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വല്ലാത്തൊരു സമാധാനം മനസ്സിലുണ്ടാകുന്നു എന്നാണ് പലരും പറയുന്നതെന്ന് ഒരു ട്രാവൽസ് ഉടമയായ പ്രശാന്തൻ അന്ന് പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് സമീപം പ്രത്യേക ചൈതന്യമുണ്ട്. കല്ലറ സന്ദർശിക്കാനെത്തിയ പലരും ഈ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. ആദ്യത്തെ യാത്രയിൽ പങ്കെടുത്ത 10 പേർ രണ്ടാമത്തെ യാത്രക്കും എത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രത്യേക ആത്മീയ സാന്നിധ്യം അനുഭവപ്പെട്ടതായി അവരെല്ലാം വ്യക്തമാക്കിയിട്ടുമുണ്ട്. പുതുപ്പള്ളിയിൽ പോയാൽ ചാണ്ടി സാറിൻ്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചാൽ ഒരു പുതിയ എനർജി ലഭിക്കുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. ഈ യാത്രയിൽ പങ്കെടുത്തവരിൽ 3-4 ക്രൈസ്തവ വിശ്വാസികൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. മറ്റുള്ളവരെല്ലാം ഹിന്ദു മതത്തിലോ ഇസ്ലാം മതത്തിലോ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നും വിശ്വശ്രീ ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ പ്രശാന്തൻ അന്ന് പറഞ്ഞിരുന്നു. എടത്വ, പാറയിൽപ്പള്ളി, പുതുപ്പള്ളി, മണക്കാട്, ഭരണങ്ങാനം, മലയാറ്റൂർ എന്നീ പ്രശസ്തമായ ക്രൈസ്തവ പള്ളികൾ ഉൾപ്പെട്ട ടൂറിസം തീർത്ഥാടന സർക്യൂട്ട് ഇപ്പോൾ തന്നെയുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി കൂടിയാകുമ്പോൾ യാത്രക്കാർക്ക് പുതിയൊരു അനുഭവമായി ഇത് മാറും. ഉമ്മൻചാണ്ടി സർക്യൂട്ട് എന്ന പേരിൽ ഇത് രാജ്യമെങ്ങും പ്രസിദ്ധി നേടുമെന്നും അന്ന് ഇതേ പ്രശാന്തൻ സൂചിപ്പിച്ചിരുന്നു. ഉമ്മൻചാണ്ടി മരിക്കുന്നവരെ കോൺഗ്രസിലെ സമുന്നത ജനകീയ നേതാവായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടമ്പടി പോലെയൊക്കെ എടുത്താലോ അതിൻ്റെ ഗുണം കിട്ടുമെന്ന് കരുതിയാൽ അവരെ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ജോസ് കെ മാണിയുടെ പടമുള്ള ഒരു ബാനർ വെച്ച് കേരള കോൺഗ്രസ് എന്ന പാർട്ടി അനുഗ്രഹം തേടിയാൽ കോൺഗ്രസ്സുകാർക്ക് അതിൽ ദേഷ്യം വരേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയുള്ള കല്ലറയിൽ ആർക്കും പോയി അനുഗ്രഹം തേടാവുന്നതാണ്. അവിടം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ വൃത്തികേടാക്കുകയോ ചെയ്യാതെ ഒരു ബാനർ വെച്ചതിൽ ഒരു തെറ്റുമില്ല. ഇലക്ഷനാണ് വരാൻ പോകുന്നത്. ചാണ്ടി സാറിൻ്റെ കല്ലറയിൽ വിശ്വാസമുള്ള പല പാർട്ടിക്കാരും വരും, ബാനർ വെക്കും, അനുഗ്രഹം തേടും. അതിനൊക്കെ ഏത് വകുപ്പിലാണ് കേസ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുള്ളത് പോലെ കല്ലറയിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രം പ്രവേശനം എന്നൊരു ബോർഡ് വെക്കുക. ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നവർ കോൺഗ്രസ്സുകാർ മാത്രമല്ല, പല പാർട്ടിക്കാരുമുണ്ട്. അവർ വരും, പ്രാർത്ഥിക്കും, അനുഗ്രഹം തേടും. ആ കല്ലറയിലൊന്നും നശിപ്പിക്കാതെ വൃത്തികേടാക്കാതെ അതൊക്കെ ചെയ്യാം. അതൊക്കെ തടയാൻ ഒരു കോൺഗ്രസ്സുകാരനുമാകില്ല.